രാഷ്ട്രീയ പ്രവർത്തകരെക്കുറിച്ചും പൊതുപ്രവർത്തകരെക്കുറിച്ചും നേതാക്കന്മാരെക്കുറിച്ചും ഒക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വളരെ ആദരവോടെ ഒരു ബിംബം പോലെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട് ഇ.കെ. നായനാർ. അദ്ദേഹത്തെ നമുക്ക് പരിചയമുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ ദൂരെ നിന്ന് കാണുന്ന ആളുകൾക്കൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രം അവർ ആത്മാവിൽ പതിച്ചിട്ടുണ്ടാകും. ഇന്ന് ഇ.കെ. നായനാരുടെ ഓർമ്മ ദിനമാണ്. ഒരിക്കലും അദ്ദേഹം നമ്മുടെ മനസ്സിൽ നിന്ന് മായില്ല. അത്ര ശുദ്ധിയുള്ളവനായിരുന്നു. രാഷ്ട്രീയത്തിൽ വിശുദ്ധി വേണം എന്ന് നിർബന്ധം പിടിച്ച ആളായിരുന്നു ഇ.കെ. നായനാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ അദ്ദേഹം ബന്ധപ്പെട്ട ഒരു അനുഭവമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ ഒരു തെരഞ്ഞെടുപ്പ് റാലി നടക്കുകയായിരുന്നു. നമ്മുടെ CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹമാണ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ്റെ പ്രസംഗം ഇങ്ങനെ തകർത്ത് കയറുന്ന സമയത്ത് രവീന്ദ്രൻ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അവിടേക്ക് ഇ.കെ. നായനാർ കയറി വന്നു. നായനാരെത്തി, അതുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് എന്ന് പന്ന്യൻ രവീന്ദ്രൻ കയറി പറഞ്ഞു. നിർത്തല്ലേടോ തട്ടിക്കോ എന്ന് നായനാർ. സഖാവിൻ്റെ പ്രസംഗം കേൾക്കാനാ നാട്ടുകാർ വന്നിരിക്കുന്നത്, എൻ്റെ പ്രസംഗം കേൾക്കാനല്ല എന്ന് പന്ന്യൻ രവീന്ദ്രൻ ഇ.കെ. നായനോട് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ പ്രസംഗിക്കാം എന്ന് പറഞ്ഞിട്ട് നായനാർ മൈക്ക് കയ്യിലെടുത്തു. എന്നിട്ട് ജനങ്ങളോടായി പറഞ്ഞു, എടോ, തൻ്റെ പ്രസംഗത്തിന് ഈ ആളുകളെല്ലാം കൈയടിച്ചിട്ടുണ്ട്. ആ കൈയടിച്ചവരെ തനിക്ക് അറിയാമോ? അവരെല്ലാം കള്ളന്മാരാ എന്ന് പറഞ്ഞു. പ്രസംഗത്തിന് എല്ലാവരും കൈയടിച്ചു. എന്നിട്ട് ഒരു കാര്യം കൂടി നായനാർ പറഞ്ഞു, ഇവർ തനിക്ക് വേണ്ടി കൈയടിക്കും പ്രസംഗത്തിൽ, എന്നിട്ട് ഓട്ടോ അപ്പുറത്ത് പോയി കുത്തും, അതാണ് ഈ കള്ളന്മാർ എന്നുകൂടി നായനാർ ഓർമ്മിപ്പിച്ചു. നായനാർ ഇത് പറഞ്ഞതും പൊട്ടിച്ചിരിയായി, അവിടെ നിറഞ്ഞ കൈയടിയും. ജനങ്ങൾ ആ കമൻറ്റ് നന്നായിട്ട് ആസ്വദിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അമർഷം കൊള്ളുന്ന കമൻറ്റുകൾ നായനാരുടെ ഭാഗത്തു നിന്ന് വന്നാലും പൊട്ടിച്ചിരിയായിരിക്കും പരിണത ഫലം. അതാണ് ആ മനസ്സിൻ്റെ വിശുദ്ധിയും ആ നിർമ്മലമായ മനസ്സും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു. ഹൃദയം തുറന്ന് സംസാരിക്കുന്ന നേതാക്കളാണ് എപ്പോഴും ജനങ്ങളുടെ മനസ്സ് കീഴടക്കുക. അവരുടെ ഭാഷ ഹൃദയത്തിൽ നിന്ന് വരണം. നേതാവിനോടൊരു ആത്മബന്ധം അവർക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നായനാർ ആജീവനാന്തം ഒരു ആത്മാർത്ഥയുടെ താമര നൂല് ജനങ്ങളുമായി സൂക്ഷിച്ച ഒരു വ്യക്തിപ്രഭാവമായിരുന്നു. ഇന്നും ജനമനസ്സിൽ ഇ.കെ. നായനാർ എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ചെറിയ നർമ്മബോധം വരും. അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു പോകും. ഇ.കെ. നായനാർ എന്നും മലയാളി മനസ്സിൽ ജീവിക്കുക തന്നെ ചെയ്യും. കാര്യം ഇ.കെ. നായനാർക്ക് തുല്യം ഇ.കെ. നായനാർ മാത്രം.